ലയണൽ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പുകളിൽ ആന്റോ അഗസ്റ്റിന് കുരുക്ക് മുറുകുകയാണ്. 2023-25 കാലത്തെ പണമിടപാടുകളിൽ അവ്യക്തത. ആന്റോ അഗസ്റ്റിന്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും അക്കൗണ്ടുകൾ ഇ.ഡി. പരിശോധിക്കും. ദുരൂഹ പണമിടപാടുകളിൽ ഇ.ഡി. ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. ഇവരുമായി കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, അതായത് ഇ.ഡി. നടപടി കടുപ്പിക്കുമ്പോൾ അവിടെ ആന്റോ അഗസ്റ്റിന് മാത്രമല്ല, അഗസ്റ്റിൻ സഹോദരന്മാർക്കൊപ്പം തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് കൂടി കുരുക്കാകുന്നു എന്നുള്ളതാണ്. ഈ 2 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ സർവത്ര ദുരൂഹതയാണ്, പണമിടപാടുകളിൽ അവ്യക്തതയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ മിഥുൻ. രാഖി, തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ അടിമുടി ദുരൂഹത തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത്. ഒന്നിലും ഒരു വ്യക്തതയില്ല. ചില അവകാശവാദങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ദുരൂഹതയുടെ ചുരുളുകൾ അഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ, അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ ചുരുളുകൾ അഴിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇ.ഡിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെയുള്ള സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായി. ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇ.ഡി. നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ അർജന്റീന ടീമിനെയും അതുപോലെ മെസ്സിയെയും കേരളത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് പ്രഖ്യാപിച്ചത് മുതലുള്ള അഗസ്റ്റിൻ സഹോദരന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ, ആ ഇടപാടുകളിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ, അതിലുള്ളൊരു വ്യക്തത വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത്. ഈ പ്രാഥമികമായിട്ടുള്ള വിവരശേഖരണത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയുടെയും ഉടമ ആന്റോ അഗസ്റ്റിൻ്റെയും അക്കൗണ്ട് വിവരങ്ങളും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് വിവരങ്ങൾ ഇ.ഡി. പരിശോധിക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൈമാറാൻ ഇടനില നിന്നിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഇടപാടുകൾ ഈ അതുപോലെ തന്നെ ആന്റോ അഗസ്റ്റിൻ്റേതുപോലെ തന്നെ സർവത്ര ദുരൂഹമാണ്. ഒരു കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഫെഡറൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ FBI-യുടെ ഒരു അന്വേഷണം നേരിടുന്ന ഒരു കമ്പനി കൂടിയാണ് അത്. അപ്പോൾ അവരുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശ പണമിടപാടുകൾ, ഒപ്പം തന്നെ GST വിവരങ്ങൾ, ആദായ നികുതി സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഇതിൻ്റെ പ്രാഥമിക വിവരശേഖരത്തിൻ്റെ ഭാഗമായി ശേഖരിക്കുമെന്നുള്ളതാണ്. ഇതിനൊപ്പമാണ് ഈ സ്പോൺസറുടെ അനുമതി, ഈ അനുമതി രേഖകൾ തേടി ഇ.ഡി. അനുമതി രേഖകൾ കൂടി ഇ.ഡി. തേടുന്നുണ്ട് എന്നുള്ളതാണ്. അത് റിസർവ് ബാങ്കിന് ഈ പണം കൈമാറുന്നതിന് വേണ്ടി റിസർവ് ബാങ്കിനോട് അനുമതി ചോദിച്ചിരുന്നോ, അനുമതി ലഭ്യമായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇ.ഡി. അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി നടത്തിയ ആശയവിനിമയങ്ങളും സാമ്പത്തിക ഇടപാടുകൾ ഏതൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള രേഖകളിലേക്കും ഇ.ഡിയുടെ അന്വേഷണം നീളുന്നു. അതായത് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു വിവരശേഖരണത്തിലേക്ക്, പ്രാഥമിക വിവരശേഖരണത്തിലേക്ക് ഇ.ഡി. കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമുടി ദുരൂഹതകളും സാമ്പത്തിക ഇടപാടുകളിലടക്കം തന്നെ അവ്യക്തതയും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഈ ഒരു ഇടനില വഹിക്കുന്ന ഒരു പണം കൈമാറുന്നതിന് വേണ്ടി ഇടനില വഹിച്ച കമ്പനിയും ഇത്തരത്തിൽ ഒരു ഫെയർ ആയിട്ടുള്ള കമ്പനിയായി ഇ.ഡി. വിലയിരുത്തുന്നില്ല. നിരവധി ഇത്തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾക്ക് നടപടി നേടുന്ന ഒരു കമ്പനി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളും എല്ലാം തന്നെ ഇപ്പോൾ ഇ.ഡി. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പിൻ്റെ ആഴങ്ങളിലേക്ക് കൂടി ഇ.ഡിയുടെ അന്വേഷണം നീളുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്.